ഒട്ടുപെട്ടി പൊട്ടിച്ചപ്പോൾ UDF-ഉം ഞെട്ടി, UDF-ഉം ഞെട്ടി. ഇടതുപക്ഷ മുന്നണിയും തുടർഭരണം നേടി, തുടർഭരണം നേടി. മുഖ്യനാവാൻ കച്ചകെട്ടിയ കോൺഗ്രസുകാർ ഞെട്ടി, കോൺഗ്രസുകാർ ഞെട്ടി. സ്വപ്നമെല്ലാം നെയ്തവരും 8 നിലൽ പൊട്ടി, 8 നിലൽ പൊട്ടി. കടക്ക് പുറത്ത് എന്ന് ഇടിവെട്ടി പറഞ്ഞോനെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. കേരളത്തിന്റെ ജനഹിതം പെട്ടിയിലായിട്ട് ഇപ്പോൾ കുറച്ചായി. മെയ് 4-ന് ആ പെട്ടികൾ പൊട്ടിക്കുമ്പോൾ അറിയാം കേരളത്തിൽ ഇനി ആര് ഭരിക്കുമെന്ന്. തുടർഭരണമാണോ അതോ തിരിച്ചെത്തലാണോ എന്ന്, അതോ തിരുത്തലുകളാണോ എന്ന്. അത് എന്ത് സംഭവിച്ചാലും, ആര് ജയിച്ചാലും, ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാൻ, ആവേശമുണ്ടാക്കാൻ പാട്ടുകൾ തയ്യാറായി കഴിഞ്ഞു. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദുൽ ഖാദർ കാക്കനാടാണ് വിജയാഹ്ലാദ പാട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. LDF-നും UDF-നും വേണ്ടിയുള്ള പാട്ടുകളാണ് ആദ്യം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. ജയിക്കുമ്പോൾ അവരുടെ അണികൾക്ക് അത് ഏറ്റുപാടാം, ആവേശമുയർത്തുന്ന പരിപാടികളിൽ ഉറക്കവെക്കാം. ഇലക്ഷന്റെ വിധി വരുമ്പോൾ ആഹ്ലാദ പ്രകടനത്തിന് ഉപയോഗിക്കാനുള്ള വിജയാഹ്ലാദത്തിനുള്ള ഗാനങ്ങളുടെ റെക്കോർഡിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം സംബന്ധിച്ചിടത്തോളം LDF ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവര്. UDF ആണെങ്കിൽ 100 സീറ്റോളം പിടിച്ച് അവർ നേടുമെന്ന് അവരും വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ തേടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ പേര് വെച്ച് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ പുറത്തേക്ക് വിടുന്നത് സ്ഥാനാർത്ഥികളുടെ പേരുള്ള പാട്ടല്ല, സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുള്ള പാട്ടുകളൊക്കെ നമ്മൾ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കോമൺ ആയിട്ട് ഇപ്പൊ LDF ജയിക്കുമെന്ന് LDF പറയുന്നു, UDF ജയിക്കുമെന്ന് UDF-ഉം പറയുന്നു. അപ്പൊ ഇവരുടെ കോമൺ ആയിട്ടുള്ള സോങ്ങുകൾ ഇവിടെ ഭരണം കിട്ടിയെന്നും 2 മുന്നണികളും അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള കോമൺ സോങ്ങുകളാണ് ഇപ്പൊ പുറത്തേക്ക് വിടുന്നത്. ബാക്കി സ്ഥാനാർത്ഥിയുടെ പേരുള്ള പാട്ടുകൾ വിധി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുള്ളൂ. കാരണം കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് ഇപ്പൊ ഇലക്ഷൻ പ്രചരണ പാരഡി ഗാനരംഗവും അതുപോലെ വിജയാഹ്ലാദ പ്രകടന ഗാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളെ വിശ്വാസത്തിലെടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥിമാരോട് നമ്മൾ കൊടുക്കുന്ന ഒരു നീതിയാണത്. അപ്പൊ പാട്ടുകൾ ആ ഫൈനൽ സ്റ്റേജിലായിരിക്കും പുറത്തു വരുന്നത്. എന്നാൽ LDF-ന്റെയും UDF-ന്റെയും ഒരു കോമൺ ഗാനങ്ങൾ നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുകയാണ്. ഈ പാട്ടിന്റെ ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമകാലിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ വിവാദ വിഷയങ്ങളും പാട്ടിന്റെ വരികളിലൂടെ കടന്നു വരുന്നുണ്ട്. അല്പം ആക്ഷേപഹാസ്യത്തിലൂടെയാണ് പാട്ട് രചന നിർവഹിച്ചിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വിജയാഹ്ലാദത്തിന് ഉപയോഗിക്കുമ്പോൾ ഒരു ഓളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആശയം വേണം. അതുകൊണ്ടാണ്. അതിനിപ്പോൾ ആര് പൊങ്കാല ഇട്ടിട്ടും കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗം, നമുക്ക് ആര് പൈസ തരുന്ന അവരോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അത്രമാത്രം. ഇതിനൊപ്പം ഓരോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിക്കും വേണ്ട പാട്ടുകളും അബ്ദുൽ ഖാദർ കാക്കനാട് തയ്യാറാക്കി വരുന്നുണ്ട്. പക്ഷേ അതെങ്ങനത്തെ പാട്ടുകളാണെന്ന് തൽക്കാലം സർപ്രൈസ്. മെയ് 4-ന് പാട്ടുകളുടെ കാര്യത്തിലും വേണ്ടേ ചില ചില്ലറ സർപ്രൈസുകൾ. ഒട്ടുപെട്ടി പൊട്ടിച്ചപ്പോൾ UDF-ഉം ഞെട്ടി, UDF-ഉം ഞെട്ടി. ഇടതുപക്ഷ മുന്നണിയും തുടർഭരണം നേടി, തുടർഭരണം നേടി. മുഖ്യനാവാൻ കച്ചകെട്ടിയ കോൺഗ്രസുകാർ ഞെട്ടി, കോൺഗ്രസുകാർ ഞെട്ടി. സ്വപ്നമെല്ലാം നെയ്തവരും 8 നിലൽ പൊട്ടി, 8 നിലൽ പൊട്ടി. വനവാസത്തിന് പോകുവാനായി ഒരുങ്ങി നിന്നോ വീടി, ഒരുങ്ങി നിന്നോ വീടി. 3-ാം വട്ടം തുടർഭരണം ഇടത് മുന്നണി നേടി, ഇടത് മുന്നണി നേടി. 100 സീറ്റ് നേടുമെന്ന വീമ്പ് പാഴായി പോയി, വീമ്പ് പാഴായി പോയി. ജനവിധി കണ്ട് UDF തലയിൽ മുണ്ടിട്ടോടി, തലയിൽ മുണ്ടിട്ടോടി. ചെങ്കൊടിയാൽ ജയ് വിളിച്ച് മാനസങ്ങൾ ഒന്നായി, മാനസങ്ങൾ ഒന്നായി. മലയാളക്കര ഇടതിനൊപ്പം ചുവപ്പണിഞ്ഞു നിന്നേ, ചുവപ്പണിഞ്ഞു നിന്നേ. ശബരിമല പാരഡിയോ ഇക്കുറി തുണച്ചില്ല, ഇക്കുറി തുണച്ചില്ല. വയനാട് ഫണ്ട് മുക്കിയ കഥ നാട്ടിലെങ്ങും പാട്ടായി, നാട്ടിലെങ്ങും പാട്ടായി. ഒട്ടുപെട്ടി പൊട്ടിച്ചപ്പോൾ UDF-ഉം ഞെട്ടി, UDF-ഉം ഞെട്ടി. ഇടതുപക്ഷ മുന്നണിയും തുടർഭരണം നേടി, തുടർഭരണം നേടി. മുഖ്യനാവാൻ കച്ചകെട്ടിയ കോൺഗ്രസുകാർ ഞെട്ടി, കോൺഗ്രസുകാർ ഞെട്ടി. സ്വപ്നമെല്ലാം നെയ്തവരും 8 നിലൽ പൊട്ടി, 8 നിലൽ പൊട്ടി.
കടക്ക് പുറത്ത് എന്ന് ഇടി വെട്ടി പറഞ്ഞോനെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. കടക്ക് പുറത്ത് എന്ന് ഇടി വെട്ടി പറഞ്ഞോന്റെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. കൊല്ലം സഹിച്ചുള്ള ജനമൊത്തു പൊരുതി. മൊത്തം പടി ഇറക്കുവാൻ മനസ്സുള്ളിൽ കരുതി. സത്യം പറയട്ടെ ഇടത് ഭരണത്തിനറുതി. 10 കൊല്ലം സഹിച്ചുള്ള ജനമൊത്തു പൊരുതി. മൊത്തം പടി ഇറക്കുവാൻ മനസ്സുള്ളിൽ കരുതി. സത്യം പറയട്ടെ ഇടത് ഭരണത്തിനറുതി. നടത്തിയ പടവരവായി UDF അടിവെച്ചു ജയിച്ചു ശിരായി. നാടെങ്ങും സടകുടഞ്ഞെഴുന്നേറ്റ് ഇടതിനെ തകർത്തിത ചൊടിയോടെ കൂതി കുതിപ്പായി. ഇവിടമിൽ വിജയത്തിൻ തുടിമുട്ടായി. കടക്ക് പുറത്ത് എന്ന് ഇടി വെട്ടി പറഞ്ഞോന്റെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. ശാസ്താവിന്റെ സ്വർണം കെട്ട് പുട്ടടിച്ചോരിവര്. കത്രികയും പള്ളേലിടും ശസ്ത്രക്രിയ പതിവ്. നാട് മൊത്തം ഫ്ലെക്സ് വെച്ച് വീമ്പ് കാട്ടി ഇവര്. ശാസ്താവിന്റെ സ്വർണം കെട്ട് പുട്ടടിച്ചോരിവര്. കത്രികയും പള്ളേലിടും ശസ്ത്രക്രിയ പതിവ്. നാട് മൊത്തം ഫ്ലെക്സ് വെച്ച് വീമ്പ് കാട്ടി ഇവര്. എല്ലാത്തിനും വിലക്കയറ്റം, മദ്യ മാഫിയയും ചങ്ങാത്തം. രാത്രി പുലർക്കാലം വരെ ബാറും തുറന്നതിൽ മദ്യം നാട്ടിൽ ഒഴുക്കിയ കൂത്താട്ടം. ഇനി വരും ഇതിനെല്ലാം ഒരു മാറ്റം. കടക്ക് പുറത്ത് എന്ന് ഇടി വെട്ടി പറഞ്ഞോന്റെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. മരുമോനും അമ്മച്ചനും കേരളത്തെ കുഴക്കി. മറു ചോദ്യമില്ല രാജഭരണത്തിൽ കശക്കി. മഹാവമ്പൻ പിണറായിന്റെ പുമ്മീത ഇളക്കി. മരുമോനും അമ്മച്ചനും കേരളത്തെ കുഴക്കി. മറു ചോദ്യമില്ല രാജഭരണത്തിൽ കശക്കി. മഹാവമ്പൻ പിണറായിന്റെ പുമ്മീത ഇളക്കി. ഭരണം വിട്ടിറങ്ങിപ്പോയി. സഖാക്കളുടെ കരണത്തും കിട്ടിപ്പോയി. പണ്ടേ ബംഗാളും ത്രിപുര പോയി. ഇന്നിപ്പോതെ കേരളം പോയി. ഇടതുപക്ഷം പേരുവഴിയായി. പിണറായി സമാകെയും തരിപ്പണമായി. കടക്ക് പുറത്ത് എന്ന് ഇടി വെട്ടി പറഞ്ഞോന്റെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. Subscribe to One India and never miss an update.